കണിയാരല്ലേ? അതെ. ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. ഏറ്റവും കൂടുതൽ കല്യാണ മുടക്കികള് അല്ലല്ല, ആ ചൊവ്വയുടെ പേര് പറഞ്ഞ മനുഷ്യരെ കൊടുക്കുന്നേ. സാറേ ശ്രദ്ധിച്ച് കേൾക്കണോട്ടോ, ഞാൻ പറയാൻ പോവാ. ഓക്കെ സാറേ, മെയ് 1 നമ്മുടെ വ്യാഴം ഒരു ട്രാൻസിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് നിന്ന സ്ഥലത്ത് നിന്ന് വേറെ ഏതൊരു സ്ഥലത്തേക്ക് പോവാണ്. 1 വർഷത്തേക്ക് പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്ന പറയണേ. അത് പ്രകാരം കുറെ നാളുകാർക്ക് രാജയോഗം ഉണ്ടെന്ന് പറയണ്ടായി. അതിലൊരു നാളെ എന്റേതാണ്. പക്ഷെ മെയ് 1 തൊട്ട് ഇന്നിപ്പോ ജൂൺ പകുതിയായി, ഇതുവരെ വലിയ രാജയോഗമൊന്നും ഞാൻ കാണുന്നില്ല. അതെന്താ അങ്ങനെ? ആദ്യം പറഞ്ഞുതരാം. എല്ലാ ഗ്രഹങ്ങളും ട്രാൻസിറ്റ് ചെയ്യുന്ന ഗ്രഹങ്ങളാണ്. അതിൽ വ്യാഴം മാത്രമായിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയാൻ അത് വളരെ മെല്ലെ പോകുന്നു എന്നുള്ളത് കൊണ്ട് ആണ് അങ്ങനെ പറയുന്നത്. രണ്ടാമത് കാര്യം, വ്യാഴം ഫലം തരണമെങ്കിൽ പകുതി ദൂരം പോയതിന് ശേഷം ഫലം ചെയ്യുള്ളൂ. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 6 മാസം കഴിയണം അതിൻ്റെ ഫലം കിട്ടാൻ തുടങ്ങാനാണ്. നല്ല ഫലങ്ങൾ അങ്ങനെയാണെന്ന് പറയാം. ഓരോ ഗ്രഹങ്ങൾക്കും ഫലം തരുന്നതിന് ഒരു സമയമുണ്ട്. അതിനൊരു പ്രമാണം എന്താണെന്ന് വെച്ചാൽ ദിനകര രുധിരവും പ്രവേശകാലെ. ദിനകരൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, രുധിരൻ എന്ന് പറഞ്ഞാൽ കുജൻ. ഇവർ രണ്ടും രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഫലം തരുന്നവരാണ്. ഈ പറഞ്ഞ നിയമം സൂര്യനും കുജനും മാത്രമേ ബാധകമുള്ളൂ. ദിനകര രുധിരവും പ്രവേശകാലെ ഗുരുഭൃഗുജവും ഭവനസ്യ മധ്യയാതോ. ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴം, ഭൃഗുജൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ. ഇവർ രണ്ടും ആ രാശിയുടെ മധ്യത്തിലെത്തിയാലാണ് ഫലം. അപ്പൊ ഈ ഉടനെ ഒരാഴ്ച കൊണ്ട് ഫലം കിട്ടണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. 6 മാസം എടുക്കും. പിന്നെ ഈ ട്രാൻസിറ്റിലുള്ള ഫലങ്ങൾക്ക് ചെറിയ പേഴ്സൻറ്റേജ് എഫക്റ്റേ ഉള്ളൂ. അത് മെയിൻ എഫക്റ്റ് അല്ല. ശരിക്ക് യഥാർത്ഥ ഫലം നിങ്ങളുടെ ജാതകത്തിലുള്ളതാണ്. അതിന്റെ കൂടെ ഇത് എയ്ഡ് ചെയ്ത് വരും ചിലപ്പോൾ. ഇത് എന്തൊക്കെ ഫലങ്ങളാണ് സാർ അത് നിങ്ങളുടെ ലഗ്നത്തിന്റെ സ്ഥാനം എവിടെ ഇരിക്കുന്നു എന്ന് ആശ്രയിച്ചിരിക്കും. നമ്മൾ ലഗ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഒരു വ്യക്തി ജനിക്കുമ്പോൾ ഏത് രാശിക്ക് നേർക്കാണ് സൂര്യൻ നിൽക്കുന്നത് വെച്ചാൽ ആ രാശിയാണ് ലഗ്നരാശി. ആ ലഗ്നരാശിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എല്ലാം എല്ലാം വിവരിക്കുന്നത്. ലഗ്നരാശി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹൗസ്. ആ വ്യക്തിയെ പറ്റിയിട്ടുള്ളത്, ആ വ്യക്തിയുടെ പ്രകൃതം, ആ വ്യക്തിയുടെ സ്വഭാവം, പിന്നെ ആ വ്യക്തിക്കുള്ള ജയാപജയങ്ങൾ, പിന്നെ ദേഹത്തിൻ്റെ ആകാര സൗഷ്ഠവം, പിന്നെ ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാം, രോഗം വരുന്നത്, ഇതെല്ലാം ഈ ലഗ്നരാശിയെ കൊണ്ടാണ്. ലഗ്നരാശി എവിടെ നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് ഇപ്പം നിങ്ങളുടെ ലഗ്നരാശി പിന്നെ ഇടവമാണെങ്കിൽ ഇപ്പോൾ വ്യാഴം ഇടവത്തിലേക്ക് വന്നു. സാർ ഒരു സംശയം, ഇത് എത്ര ശതമാനം ശരിയായിരിക്കും? അല്ല, ഈ ശരിയും തെറ്റൊക്കെ പറയുന്നത് വ്യാഖ്യാനിക്കുന്ന പോലെയാണ് അതിൻ്റെ വിഷയം. അതിൻ്റെ എഫക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, 25% എഫക്റ്റേ ശരിക്കും പറഞ്ഞാൽ ട്രാൻസിറ്റിലുള്ളൂ. പ്രധാനം നിങ്ങളുടെ മെയിൻ ജാതകം. സാറേ, ഇത് നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് വരുന്നവർക്ക് ഇതൊരു പ്രതീക്ഷ കൊടുക്കുന്നത് പോലെയല്ലേ? ആവശ്യമില്ലാതെ പ്രതീക്ഷ ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ യഥാർത്ഥത്തിൽ ജാതകത്തിൽ ഉള്ളത് പറഞ്ഞാൽ മതി. പക്ഷേ പലരും നിങ്ങളുടെ പോക്കറ്റ് നോക്കിയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഇവിടുന്ന് എന്താ കിട്ടുക വിചാരിച്ചാൽ വാങ്ങി കീശയിലിടാൻ വേണ്ടിയിട്ട് നിങ്ങളെ പുകഴ്ത്തി പറയും. ഗംഭീര യോഗമല്ലേ, ഗജകേസരി യോഗമാണ് എന്നൊക്കെ പറയും. എങ്ങനെയൊക്കെ പറയും. പക്ഷേ ശരിക്ക് ജ്യോത്സ്യൻ അങ്ങനെയല്ല വേണ്ടത്. ശരിക്കും ഉള്ള കാര്യം വളരെ ഭംഗിയായി നന്നായിട്ട് പറയുന്നവരുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നത്. എനിക്ക് എക്സ്പീരിയൻസും ഉണ്ട് ഈ കാര്യത്തിൽ. കാരണം ഒരു 10-18 വയസ്സ് മുതൽ വാരഫലം നോക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് സൺഡേ സപ്ലിമെന്റിൽ വാരഫലം ഉണ്ടാവും, ഈ ഭരണ വാരത്തിൽ നിങ്ങൾക്ക് ബാധിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്. എനിക്കത് അച്ചിട്ടാണ് പല കാര്യങ്ങളും എന്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ വാരഫലം എന്ന് പറയുന്നത് അത് ചില സമയത്ത് പഴയതെടുത്തിട്ട് റിപ്പീറ്റ് ചെയ്യാൻ കാരണം ഇത് വെറും ബിസിനസ്സാണ് പേപ്പറുകാരുടെ. ഈ ദേശീയടക്കം ഇതിൽ വിശ്വസിക്കാതെ അവർ സംഭവിക്കുന്ന ഒരു 10 കാര്യങ്ങൾ അപ്പൊ അത് നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും ധനനഷ്ടം, മാനഹാനി, ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരെണ്ണം സംഭവിച്ചില്ല. ഇതൊക്കെ വല്ലപ്പോഴൊക്കെ നമുക്കൊക്കെ നിത്യ ജീവിതത്തിലുള്ളതാണ്. അപ്പൊ അത് നോക്കിയിട്ട് പരിഭ്രമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ യഥാർത്ഥ ജാതകത്തിലുള്ള ഫലത്തെ പറ്റി നോക്കിയിട്ട് ചിന്തിച്ചാൽ മതി. മറ്റേത് ചെറിയൊരു പേഴ്സൻറ്റേജേ ഉള്ളൂ. അത് മുഖ്യ വിഷയമല്ല. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ, വ്യാഴം പകുതി ദൂരം പോയതിന്റെ ശേഷം മാത്രമേ ഫലം തരുള്ളൂ. ബുധൻ മാത്രമാണ് ത്രൂ ഔട്ട് ഒരേ ഫലം തരുന്ന ആള്. ബുധൻ എന്ന് പറഞ്ഞാൽ സ്റ്റഡീസിന് കാരകനായിട്ടുള്ള ആളല്ലേ, നന്നായിട്ട് വിദ്യാഭ്യാസമൊക്കെ ബുദ്ധിയുടെ കാരകൻ. പേര് ബുധൻ എന്നാണ്. ബുദ്ധിയുടെ എനിക്കറിയില്ല. ദശ എപ്പോഴും ഏത് കാര്യത്തിൻ്റെയും ഫലം പിന്നെ അനുഭവിക്കുന്ന സമയം നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് പറയാം ടൈമിംഗ് ഓഫ് ഇവൻറ്റ്സ്.
അത് ആ ദശയായിട്ടാണ്. അപ്പോൾ ആ നിൽക്കുന്ന ഗ്രഹം ഉണ്ടല്ലോ, ആ ഗ്രഹം ലഗ്നത്തിൻ്റെ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു അങ്ങനെയാണ്. അതിനനുസരിച്ചിട്ടാണ് ഇത് നമ്മൾ വിലയിരുത്തേണ്ടത്. അതായത് ഇപ്പൊ ഒരാളോട് പറയാണ് നിങ്ങൾക്ക് കേതുർദശയാണെന്ന് പറയാണ്, അപ്പൊ കേതുർദശ എന്ന് പറഞ്ഞാൽ രോഗങ്ങളുടെ ഒരു ക്യൂ ആയിട്ട് തന്നെ ഉണ്ടാവുന്ന പറയുന്നത്. പക്ഷെ അനുഭവം ഉണ്ട്, കേതുർദശ തുടങ്ങി അന്ന് മുതൽ തുടങ്ങി രോഗം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. സീരിയസ്ലി അതായിരിക്കില്ലേ ആലോചിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാണ്. മനസ്സിന്റെ രോഗങ്ങൾ വരുന്നതും രോഗങ്ങൾ മാറുന്നതും രാഗാദി രോഗം എന്നാണ് പറയാ. ഇതില് ഇവരുടെ ആയുർവേദത്തിൽ പറയുന്നത് മാനസികമാണ്. അപ്പോൾ നിങ്ങൾ പരിഹാരം ആയിട്ട് ക്ഷേത്ര ദർശനം നടത്തിയാലും നിങ്ങളുടെ മനസ്സിലേക്കാണ് അതിന്റെ എഫക്ട് വരുന്നത്. അല്ല സാർ, ഞാൻ സംശയം കിട്ടുക, ഇപ്പോ ഈ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളാണല്ലോ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ ബാക്കിയുള്ള മതങ്ങളിൽപ്പെട്ടവർക്ക് എങ്ങനെയാണ് എങ്കിൽ ബാക്കിയുള്ള മതത്തിൽപ്പെട്ടവർക്ക് എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആവുന്നത്? അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളാണല്ലോ ഇത് അധികം ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള മതങ്ങളിലുണ്ട് വളരെ ചുരുക്കം. പക്ഷെ ബാക്കിയുള്ള മതക്കാരൊന്നും ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല, ഇതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. അപ്പൊ ഇതെങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ്? അല്ല, മനസ്സിലാക്കിക്കോളൂ, അത്ര തന്നെ ഉള്ളൂ ഇതിന്റെയൊക്കെ കാര്യം. പിന്നെന്താ അറിയോ, ഒരു സാറ് നിങ്ങളെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്താ വിചാരിച്ചാൽ, നിങ്ങൾക്കൊരു ദോഷമുണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് എഫക്റ്റ് തുടങ്ങുകയായി. മനസ്സിലായി? അതിനൊരു പരിഹാരമായിട്ട് ഇന്നതെങ്കിലും പോയിട്ട് ഇന്ന വഴിപാട് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് പോയി ചെയ്ത് അതിന് പേടിക്കാനില്ല, അതിന്റെ എഫക്റ്റ് പോവുകയും ചെയ്യും. അത് സത്യം തന്നെയാണ്. അതാണ്, അതായത് എവിടെയോ കിടക്കുന്ന ഒരു ചൊവ്വയോ ബുധനോ ഒക്കെ ഈ ഭൂമിയിൽ ജനിച്ച നമ്മളെ സ്വാധീനിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേ സ്വാധീനിക്കുന്നില്ല. അതാ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ജാതകം എടുത്താൽ നിങ്ങളുടെ ജാതകത്തിൽ ഇന്നിന്ന ഗ്രഹങ്ങൾ ഇന്നിന്ന മാതിരി നിൽക്കുന്നത് കൊണ്ട് അത് സൂചിപ്പിക്കുന്നത് ഇന്നതാണ് എന്ന് മാത്രമേ ഉള്ളൂ. മറ്റവരുടെ നേരിട്ടുള്ള ഒന്നുമില്ല. അതായത് ഏറ്റവും കൂടുതൽ കല്യാണ മുടക്കികള് അല്ലല്ല, ആ ചൊവ്വയുടെ പേര് പറഞ്ഞ് മനുഷ്യരെ മുടക്കുന്നത്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 30 വയസ്സ് വരെയാണ് ചൊവ്വയും അതൊക്കെ നമ്മൾ നോക്കേണ്ടതുള്ളൂ. 30 വയസ്സ് കഴിഞ്ഞാൽ ഇതൊന്നും നോക്കണ്ട, ആരെ വേണമെങ്കിലും സമാധാനം പറയണത്. ശരിക്കും അങ്ങനെയല്ല. പിന്നെ ഇത് തെറ്റായി വ്യാഖ്യാനിച്ച് തെറ്റായി ഉപയോഗിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ശരിക്കും ഇപ്പം മറ്റുള്ളവർക്ക് ഇത് ഫലിക്കുന്നില്ലല്ലോ എന്ന് പറയാൻ അവർക്കതിൽ വിശ്വാസമില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ അതിൽ ഫലം വരുമായി. അത്രയേ ഉള്ളൂ. ഇതൊക്കെ മനസ്സിലാണ് എല്ലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.